നമസ്കാരം. സഹകാരി റേസ്ലെസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ SCRT സീരീസുമായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ തന്നെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് പാർട്ട് 2-ൽ നമുക്ക് ചരിത്രത്തിൻ്റെ ആധാരശിലകൾ എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ 6ാം ക്ലാസ്സിൽ ഒരു ചെറിയൊരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റൊരു ചാപ്റ്ററാണ് ഈ ചരിത്രത്തിൻ്റെ ആധാരശിലകൾ എന്ന് പറയുന്നത്. രണ്ടും ഏകദേശം ടോപ്പിക്കൊക്കെ സെയിം ആണ്. നമ്മുടെ ചരിത്രത്തിനെ കുറിച്ചാണ് പറയുന്നത്, നമ്മുടെ പണ്ടത്തെ കാലത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് അന്നുണ്ടായിരുന്ന മഹാശിലാ സ്മാരകങ്ങളെക്കുറിച്ചും അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മുടെ അകനാനൂറ് പുറനാനൂറ് ഇങ്ങനെയുള്ള സംഘകാല കൃതികളെ കുറിച്ചിട്ടും ഒക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു PSC ഉദ്യോഗാർത്ഥി എന്നുള്ള നിലയിൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കത് മാത്രം പഠിച്ചാൽ മതി അല്ലേ. നമ്മൾ PSC ഉദ്യോഗാർത്ഥികളാണ്. നമുക്കിങ്ങനെ വാരി വലിച്ച് അവിടെ ഇവിടെയും കിടക്കുന്ന കുറേ ചവറ് പോയിന്റ്സ് ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല. നമുക്ക് എക്സാമിന് ചോദിക്കുമെന്ന് ഉറപ്പുള്ള പോയിന്റ്സ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിൽ ആ ചാപ്റ്റർ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ അകത്ത് ഒരു കാര്യമുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു ബോക്സ് ഇവിടെ വെച്ചേക്കുന്നത്. നമുക്കിതൊന്ന് ജസ്റ്റ് വായിച്ചു പോവാം. ശ്രദ്ധിച്ചോ. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് 15 കിലോമീറ്റർ തെക്ക് മാറി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് വിഴിഞ്ഞം. പ്രാചീന കാലം മുതൽക്ക് തന്നെ ചരിത്രപരവും വാണിജ്യപരവുമായ പ്രാധാന്യമേറെയുള്ള തീരപ്രദേശമാണ് നമ്മുടെ വിഴിഞ്ഞം എന്ന് പറയുന്നത്. പ്രാചീന തമിഴകത്തെ സുപ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു വിഴിഞ്ഞമെന്ന് സംഘകാല സാഹിത്യകൃതികൾ പരാമർശിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് കിട്ടിയില്ലേടാ. പ്രാചീന തമിഴകത്തെ സുപ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു എന്തെന്ന് പറയുന്നത് നമ്മുടെ ഈ വിഴിഞ്ഞം എന്ന് പറയുന്നത്. അതുപോലെ പ്രാചീന സംഘകാല കൃതികളിൽ വിഴിഞ്ഞത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പം ഈ പോയിന്റ് നമ്മൾ എന്ത് ചെയ്യണോടാ, പഠിക്കണം. പ്രാചീന സംഘകാല കൃതികളിൽ എന്തിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്? നമ്മുടെ വിഴിഞ്ഞത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഒരു തുറമുഖം എന്ന നിലയിലും വ്യാപാര കേന്ദ്രം എന്ന നിലയിലും ഈ പ്രദേശം ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക ചരിത്രത്തിന്റെ ഭാഗമാണ് എന്നുള്ള കാര്യവും എന്ത് ചെയ്യാം, ഓർത്ത് വെച്ചേക്കാം. അടുത്ത് പറയുന്നു, CE 9-10 നൂറ്റാണ്ടുകളിൽ ദക്ഷിണേന്ത്യയിലെ ആയി രാജവംശത്തിന്റെ കേന്ദ്രമായിരുന്നു വിഴിഞ്ഞമെന്ന് ലിഖിതങ്ങളിലും മറ്റ് ചരിത്ര രേഖകളിലും സൂചിപ്പിക്കുന്നു. വീണ്ടും നമുക്ക് പഠിക്കാനുള്ള ഒരു പോയിന്റ് അവിടെ കിടപ്പുണ്ട്. എന്താണ്? CE 9-10 നൂറ്റാണ്ടുകളിൽ ദക്ഷിണേന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു രാജവംശമായിരുന്നു ആയി രാജവംശം. ഓക്കെ, CE 9-10 നൂറ്റാണ്ടുകളിൽ ദക്ഷിണേന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു രാജവംശമായിരുന്നു ആയി രാജവംശം. ഈ പറയുന്ന ആയി രാജവംശത്തിന്റെ കേന്ദ്രമായിരുന്നു എന്ത്? വിഴിഞ്ഞമെന്നും എന്തിൽ പറയുന്നുണ്ട്? ശിലാലിഖിതങ്ങളിലും അതുപോലെ ചരിത്ര സ്രോതസ്സുകളിലും ഒക്കെ പറയുന്നുണ്ട്. ലീലാതിലകത്തിന്റെ വ്യാഖ്യാനത്തിൽ ആറ്റൂർ കൃഷ്ണ പിഷാരടി അതുപോലെ പാണ്ഡ്യന്മാരാൽ പരാജിതരായ ആയ് കുടുംബം ആയിക്കുടി ഉപേക്ഷിച്ച് വിഴിഞ്ഞത്തേക്ക് കുടിയേറിയതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് വിഴിഞ്ഞം അങ്ങോട്ട് എത്തിയത്, ഈ രേഖകളിലോട്ട് വിഴിഞ്ഞം എത്തിയത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എന്താണ്ടാ? ലീലാതിലകം ആരാണ് എഴുതിയത്? ആറ്റൂർ കൃഷ്ണ പിഷാരടി എഴുതിയ ലീലാതിലകത്തില് എന്ത് പറയുന്നുണ്ട്? ലീലാതിലകത്തിന്റെ വ്യാഖ്യാനത്തിൽ ആറ്റൂർ കൃഷ്ണ പിഷാരടി എന്ത് പറയുന്നു? പാണ്ഡ്യന്മാരാൽ പരാജിതരായ ആയി കുടുംബം എന്ത് ചെയ്തു? ആയിക്കുടുംബം എന്ത് ചെയ്തു? അവരുടെ ആയിക്കുടി ഉപേക്ഷിച്ചിട്ട് എങ്ങോട്ട് ചേക്കേറി? വിഴിഞ്ഞത്തേക്ക് കുടിയേറിയതായിട്ട് എന്ത് പറയുന്നുണ്ട്? രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഉദ്യോധനസൂരി എന്ന ജൈനമുനി രചിച്ച കുവലയമാല, എന്താണ്? കുവലയമാല എന്ന കൃതിയിൽ വിഴിഞ്ഞത്തെ വിജയപുരി എന്ന് പരാമർശിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ സാഹിത്യ ചരിത്ര സ്രോതസ്സുകൾ എന്ന് പറയുന്ന ഭാഗത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്താം. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു ബോക്സ് ഇവിടെ കൊണ്ടുവച്ചതും ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഇത്രയും പോയിന്റ്സ് കിട്ടിയതും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താ? ഉദ്യോധനസൂരി എന്ന ജൈനമുനി രചിച്ച കുവലയമാല എന്ന കൃതിയിൽ വിഴിഞ്ഞത്തെ എന്തെന്ന് പരാമർശിച്ചിട്ടുണ്ട്? വിജയപുരി എന്ന് പരാമർശിച്ചിരിക്കുന്നു. അപ്പൊ വിജയപുരി എന്ന് അറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് ഏതെന്ന് പറയുന്നത്? വിഴിഞ്ഞം. ആരാണ് അങ്ങനെ പരാമർശിച്ചത്? ഉദ്യോധനസൂരി എന്ന് പറയുന്ന ജൈനമുനി ഒരു കൃതി രചിച്ചു. കൃതിയുടെ പേരാണ് കുവലയമാല. അതിനുള്ളിൽ വിഴിഞ്ഞത്തെ എന്തെന്ന് പരാമർശിച്ചിട്ടുണ്ട്? വിജയപുരി എന്ന് പരാമർശിച്ചിരിക്കുന്നു. അടുത്ത് ശ്രദ്ധിച്ചോ. പാണ്ഡ്യരാജാവായ നെടുഞ്ചേഴിയന്റെ ശാസനത്തിൽ ഇവിടുത്തെ കോട്ടയെ പറ്റിയും എന്ത് ചെയ്യുന്നുണ്ട്? രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ,
സംഘകാലഘട്ടത്തിൽ തന്നെ വിഴിഞ്ഞം ഒരു സുപ്രധാന വാണിജ്യ തുറമുഖം കേന്ദ്രമായിരുന്നു എന്ന് വിദേശ സഞ്ചാര സാഹിത്യ കൃതിയായ പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പെരിപ്ലസ് ഓഫ് എറിത്രിയൻ സീ എന്താണ്? പെരിപ്ലസ് ഓഫ് എറിത്രിയൻ സീ എന്ന് പറയുന്ന വിദേശ സാഹിത്യ കൃതിയിൽ എന്തെന്ന് പറയുന്നുണ്ട്? വിഴിഞ്ഞം എന്ന് പറയുന്നത് സംഘകാലഘട്ടത്തിൽ തന്നെ ഒരു സുപ്രധാന വാണിജ്യ തുറമുഖമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അടുത്ത് നോക്കിക്കേ, കേരള സർവകലാശാല പുരാവസ്തു വകുപ്പ് നടത്തിയ ഉത്ഖനനങ്ങളിൽ ഈ പ്രദേശത്തിന്റെ സമീപത്തായി നിലനിന്നിരുന്ന കോട്ടയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ കോട്ടപ്പുറം എന്ന സ്ഥലനാമം ഇപ്പോഴും വിഴിഞ്ഞത്തിന് സമീപത്തുണ്ട് എന്നുമാണ് ഇവിടെ പറയുന്നത്. ചൈനീസ് നിർമ്മിതവും റോമൻ നിർമ്മിതവുമായ പാത്രങ്ങളുടെയും മറ്റ് വസ്തുക്കളുടെയും അവശിഷ്ടങ്ങൾ, റോമൻ നാണയങ്ങൾ എന്നിവ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഈ വിഴിഞ്ഞം ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഈ പുരാവസ്തു തെളിവുകൾ പ്രാചീന കാലത്തെ വിദേശ ബന്ധത്തിന്റെ സൂചനകളായി കണക്കാക്കാം. ഓക്കെ, ഇവിടെ സ്ഥിതി ചെയ്യുന്ന പ്രാചീന ഗുഹാക്ഷേത്രം ഈ പ്രദേശത്തിന്റെ പൗരാണികത വ്യക്തമാക്കുന്നു. വിവിധ ജാതിമത വിഭാഗങ്ങളിൽപ്പെട്ടവർ സഹിഷ്ണുതയോടെ വസിക്കുന്ന ഈ പ്രദേശത്ത് വ്യത്യസ്ത മതസ്ഥരുടെ ധാരാളം ആരാധനാലയങ്ങൾ കാണാം. പ്രാചീന തുറമുഖമായിരുന്ന വിഴിഞ്ഞം ഇന്ന് ആധുനിക സൗകര്യങ്ങളുള്ള ഒരു തുറമുഖ കേന്ദ്രമായി മാറിയിരിക്കുന്നു. അപ്പൊ ഇതിന്റെ അകത്ത് നിന്ന് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള പോയിന്റ്സ് ഒക്കെ ഇവിടെ കിടപ്പുണ്ട്. എന്താണ്? പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ എന്ന ഗ്രന്ഥത്തിലെ വിഴിഞ്ഞത്തെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് നമ്മൾ ഇവിടെ പറഞ്ഞ 9-10 നൂറ്റാണ്ടുകളിലെ ദക്ഷിണേന്ത്യ ഭരിച്ചിരുന്ന ആയി രാജവംശത്തിന്റെ കേന്ദ്രമായിരുന്നു വിഴിഞ്ഞം എന്ന് നമ്മൾ പഠിച്ചു. അതേപോലെ ഉദ്യോധന സൂര്യ എന്ന ജൈനമുനി രചിച്ച കുവലയമാല എന്ന് പറയുന്ന കൃതിയിൽ വിഴിഞ്ഞത്തെ എന്തായിട്ട് പരാമർശിച്ചിട്ടുണ്ടടാ? വിജയപുരി എന്ന് പരാമർശിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. അടുത്ത് നോക്കിക്കോടാ, ഇനി ഈ ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ഒരു കമ്പാരിസൺ ആണ്. ചരിത്രം എന്താണെന്നും പ്രാദേശിക ചരിത്രം എന്താണെന്നും ഉള്ള ഒരു കമ്പാരിസൺ ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. നോക്കിക്കോ, വിശാലമായ പ്രദേശത്തിൻ്റെയോ നാടിൻ്റെയോ രാജ്യത്തിൻ്റെയോ സംഭവങ്ങളുടെയോ ചരിത്രം രേഖപ്പെടുത്തുന്നതാണ് എന്ത്? ചരിത്രം. നമുക്കറിയാം അല്ലേ, എന്താണ് ചരിത്രം എന്ന് പറയുന്നത്? വിശാലമായിട്ടുള്ള ഒരു പ്രദേശത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു നാടിൻ്റെയോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെയോ എന്താണ് അവിടെ നടന്നിട്ടുള്ള സംഭവങ്ങളുടെ ചരിത്രം നമ്മൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതിന് പറയുന്ന പേരാണ് എന്ത്? ചരിത്രം. അടുത്ത് എന്താ പറയുന്നത്? ചരിത്രത്തിൽ എഴുതപ്പെട്ട രേഖകള്, പുരാവസ്തു തെളിവുകള്, അതുപോലെ ചരിത്ര അവശേഷിപ്പുകൾ എന്നിവ ഉപയോഗപ്പെടുത്തി ചരിത്രം നിർമ്മിക്കുന്നു. അപ്പൊ എങ്ങനെയൊക്കെയാണ് നമ്മൾ ചരിത്രത്തിലോട്ട് എത്തുന്നത്, അല്ലെങ്കിൽ ഒരു ചരിത്രം നിർമ്മിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് എന്തുണ്ടാവും? അവിടെ കുറെ സോഴ്സുകൾ ഉണ്ടാവും. അതായത് ചിലപ്പോൾ അത് എഴുതപ്പെട്ട രേഖകളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുരാവസ്തുക്കളുടെ അവശേഷിപ്പുകളായിരിക്കാം, അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ തെളിവുകളായിരിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ചേർത്തിട്ട് നമ്മൾ എന്തുണ്ടാക്കും? ചരിത്രം നിർമ്മിക്കും. അടുത്ത് പറയുന്നു, ഭൂതകാല സംഭവങ്ങൾ, സംസ്കാരങ്ങൾ, സമൂഹങ്ങൾ എന്നിവയെ വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ വിലയിരുത്തും. എടാ അങ്ങനെയല്ല എടാ, ചരിത്രം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെയാണോ നമ്മൾ ചരിത്രം എന്ന് പറയുന്നത്? അല്ല, പണ്ട് നടന്നിട്ടുള്ള, അതായത് നമ്മുടെ പാസ്റ്റിൽ നടന്നിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ക്രോഡീകരിക്കും. എങ്ങനെ? നമുക്ക് ലഭ്യമായിട്ടുള്ള തെളിവുകളുടെയും അതുപോലെ തന്നെ അവശേഷിപ്പുകളുടെയും എഴുതപ്പെട്ട രേഖകളുടെയൊക്കെ എന്താണ് അടിസ്ഥാനത്തിൽ നമ്മൾ എഴുതി ഉണ്ടാക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ചരിത്രം എന്ന് പറയുന്നത്. അതൊരിക്കലും ഇപ്പോൾ നടക്കുന്ന കാലത്തെ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെ നമുക്ക് ചരിത്രത്തിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. എങ്ങനെയുള്ള കാര്യങ്ങളാണ് ചരിത്രത്തിൽ വരുന്നത്? ഭൂതകാല സംഭവങ്ങളായിരിക്കാം, ചിലപ്പോൾ സംസ്കാരങ്ങളായിരിക്കാം, അവിടെ നിന്നിരുന്ന സമൂഹങ്ങളായിരിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ വിശാലമായ കാഴ്ചപ്പാടിൽ നമ്മളെ വിലയിരുത്തുന്നതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ചരിത്രം എന്ന് പറയുന്നത്. അടുത്ത് എന്താണ് പ്രാദേശിക ചരിത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോക ചരിത്രം, രാജ്യചരിത്രം, പ്രവിശ്യാ ചരിത്രം എന്നിവയിൽ നിന്നും വ്യത്യസ്തമായി ചെറിയ ഭൂപ്രദേശത്തിൻ്റെയോ വിഷയങ്ങളുടെയോ സംഭവങ്ങളുടെയോ സമഗ്രമായ ചരിത്രാന്വേഷണമാണ് പ്രാദേശിക എന്തെന്ന് പറയുന്നത്? ചരിത്രം എന്ന് പറയുന്നത്. ഇവിടെ ചരിത്രത്തിൽ നമ്മൾ പറയുന്നത് എന്താ? ചിലപ്പോൾ ഒരു രാജ്യമായിരിക്കാം, ചിലപ്പോൾ വിശാലമായിട്ടുള്ള ഒരു പ്രദേശമായിരിക്കാം, അല്ലെങ്കിൽ ഒരു നാടായിരിക്കാം. പ്രാദേശിക ചരിത്രത്തിലോട്ട് നമ്മൾ വരുമ്പോൾ എന്താണ് ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു പ്രത്യേക സ്ഥലത്തിന്റെ കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ അതൊരു ചെറിയൊരു ഭൂപ്രദേശമായിരിക്കും, ചിലപ്പോൾ ഒരു ചെറിയ നാടായിരിക്കും. അപ്പോൾ ആ നാട്ടിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ എഴുതി ചേർത്തിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുള്ളതോ ആയിട്ടുള്ള എന്താണ് രചനകൾ, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രാദേശിക ചരിത്രം എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നു, പ്രാദേശിക ആഘോഷങ്ങളാലും
രുചിശീലങ്ങളും ആചാര അനുഷ്ഠാനങ്ങളും വാമൊഴി വഴക്കങ്ങളും ചരിത്രരചനയുടെ ഭാഗമാകുന്നു എന്ന് പറയുന്നുണ്ട്. അടുത്ത, ചരിത്രത്തെ ജനാധിപത്യവൽക്കരിച്ച് മുഖ്യധാരാ ചരിത്രത്തിൽ ഇടം കിട്ടാതെ പോയ പ്രദേശങ്ങൾക്കും ജനവിഭാഗങ്ങൾക്കും സംഭവങ്ങൾക്കും അർഹമായ പ്രാതിനിധ്യം നമ്മുടെ ഈ പ്രാദേശിക ചരിത്രത്തിൽ ഉണ്ടാവും. അതായത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ചരിത്രത്തിൽ ഇടം പിടിക്കാൻ പറ്റാതെ പോയിട്ടുള്ള ചിലപ്പം ചെറിയ ചില പ്രദേശത്തിൻ്റെ എന്തെങ്കിലും കാര്യമായിരിക്കും, അത് ചിലപ്പോൾ ഈ വലിയൊരു ഇതായിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ കാണൂലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ പ്രാദേശിക ചരിത്രത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അടുത്ത് നോക്കിക്കേ, അടുത്ത് ശ്രദ്ധിച്ചോ. അടുത്ത് പറയുന്നത് ചരിത്ര സ്മാരകങ്ങളെ കുറിച്ചാണ് കേട്ടോ. ഇത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറ, ഇതെല്ലാം എന്താ ചരിത്രത്തിന്റെ അവശേഷിപ്പുകളാണ്. ഓക്കെ, കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറ എന്നൊക്കെ പറയുന്നത് എന്താണ്, നമ്മുടെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് അവശേഷിപ്പുകളാണ്. ഓക്കെ, ഇവയെ എന്തെന്ന് പറയുന്നുണ്ടടാ, വലിയ ശിലകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ഇവയെ നമ്മൾ മഹാശിലാ സ്മാരകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഈ കാര്യം നമ്മൾ കഴിഞ്ഞ SCERT ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അടുത്ത പോയിന്റ് നോക്കിക്കോ. നന്നങ്ങാടികൾ എന്താണെന്ന് പറയുന്നുണ്ട്. മഹാശില കാലഘട്ടത്തിൽ ശവസംസ്കാരത്തിന് ഉപയോഗിച്ചിരുന്ന വലിയ കളിമൺ ഭരണികളാണ് നന്നങ്ങാടികൾ. അപ്പം നന്നങ്ങാടികൾ എന്തിനാണ് ഉപയോഗിച്ചിരുന്നത്, ശവസംസ്കാരത്തിന് വേണ്ടിയിട്ട് മഹാശിലാ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നതാണ് ഈ പറയുന്ന നന്നങ്ങാടികൾ. ഭൗതിക അവശിഷ്ടം അടക്കം ചെയ്ത് മണ്ണിനടിയിൽ മൂടുന്ന ഭരണികളാണ് ഇതെന്ന് പറയുന്നത് നന്നങ്ങാടികൾ എന്ന് പറയുന്നത്. അപ്പം നന്നങ്ങാടികൾ എന്ന് പറയുന്നത് എന്താണ്ട, ഒരു സ്മാരകമാണ് അല്ലെങ്കിൽ ഒരു അവശേഷിപ്പാണ്, പഴയ കാലത്തെ ഒരു അവശേഷിപ്പാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഈ നന്നങ്ങാടികൾ എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നു, പോയ കാലത്തെ ചരിത്രം നമ്മോട് ആരാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് പോയ കാലത്തെ ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നോക്കിക്കോ. ഇടുക്കി ജില്ലയിലെ മറയൂര്, തൃശ്ശൂർ ജില്ലയിലെ ചിറമനങ്ങാട്, മലപ്പുറം ജില്ലയിലെ തവനൂര്, ഇതൊക്കെയാണ് ഇടുക്കി ജില്ലയിലെ മറയൂര്, തൃശ്ശൂർ ജില്ലയിലെ ചിറമനങ്ങാട്, മലപ്പുറം ജില്ലയിലെ തവനൂര് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ശിലാസ്മാരകങ്ങളുടെ അവശേഷിപ്പുകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ തൊപ്പിക്കല്ലായാലും കൂടക്കല്ലായാലും ഈ പറയുന്ന നന്നങ്ങാടികളായാലും ഇതിൻ്റെയൊക്കെ അവശേഷിപ്പുകൾ നമുക്ക് എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടടാ, നമ്മുടെ കേരളത്തിൽ ഇടുക്കി ജില്ലയിലെ മറയൂരിൽ നിന്ന്, തൃശ്ശൂർ ജില്ലയിലെ ചിറമനങ്ങാട് നിന്ന്, അതുപോലെ മലപ്പുറം ജില്ലയിലെ തവനൂരിൽ നിന്നൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ അവശേഷിപ്പുകൾ ലഭിച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേടാ? ഇവയൊക്കെ പ്രധാനമായും എന്തിനാണ് ഉപയോഗിച്ചിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് കാലത്ത് ശവസംസ്കാരം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന നന്നങ്ങാടികളാകട്ടെ മുനിയറകളാകട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഗുഹകളെ കുറിച്ചാണ്. കേരളത്തിന്റെ പ്രാചീന ചരിത്രത്തെക്കുറിച്ച് വെളിച്ചം വീശുന്നവയാണ് ഗുഹകൾ. പ്രകൃതിദത്തമായ ഇത്തരം ഗുഹകളിൽ ചരിത്രാതീത കാലത്തെ മനുഷ്യ ജീവിതത്തെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങളും മറ്റും ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എടക്കൽ, വയനാട്ടിലുള്ള എടക്കൽ ഗുഹ, മറയൂർ ഇടുക്കി, അതുപോലെ ആങ്കോട് തിരുവനന്തപുരം, തെന്മല കോട്ടക്കൽ കൊല്ലം എന്നിവിടങ്ങളിൽ ചില പ്രധാന ഗുഹകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൽ എടക്കൽ ഗുഹയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. വയനാട് ജില്ലയിലെ എടക്കൽ ഗുഹ, അതുപോലെ ഇടുക്കിയിലുള്ള മറയൂര്, തിരുവനന്തപുരം ജില്ലയിലെ ആങ്കോട്, കൊല്ലം ജില്ലയിലുള്ള തെന്മല കോട്ടുക്കൽ, ഇവിടെയൊക്കെ പണ്ടത്തെ കാലത്തെ ആൾക്കാരുടെ ജീവിതങ്ങളൊക്കെ ചിത്രരൂപത്തിലൊക്കെ ആലേഖനം ചെയ്തിട്ടുള്ള ഗുഹകൾ ഈ പറയുന്ന പ്രദേശങ്ങളിലെല്ലാം കാണുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇത്തരത്തിൽ കേരളത്തിലെ ചരിത്ര പ്രധാനമുള്ള പുരാവസ്തുക്കളെ സംരക്ഷിക്കുന്നത് ആരാണ്ട? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും അതുപോലെ കേരള ആർക്കിയോളജി വകുപ്പുമാണ്. അപ്പോൾ ഈ പറയുന്ന ശിലാസ്മാരകങ്ങളാവട്ടെ ചരിത്രത്തിൻ്റെ അവശേഷിപ്പുകളാവട്ടെ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുകയും അതേപോലെ ഇവയെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് രണ്ട് വിഭാഗങ്ങൾ ചേർന്നിട്ടാണ്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും കേരളത്തിലെ പുരാവസ്തു വകുപ്പുമാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംരക്ഷിക്കുന്നത്. ക്ലിയർ അല്ലേടാ? അടുത്ത് പഠിക്കാനുള്ളത് നോക്കിക്കേ, എടക്കൽ ഗുഹയെക്കുറിച്ച് പഠിക്കാനുണ്ടേ. ശ്രദ്ധിച്ചേ, എക്സ്ട്രാ റീഡിങ്ങിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളതാണ്. നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. പ്രാചീന മനുഷ്യർ ഉപയോഗിച്ചിരുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഗുഹകളിൽ ഒന്നാണ് എടക്കൽ ഗുഹ. നേരത്തെ പറഞ്ഞതാണ്, പണ്ടുകാലത്തെ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു അവര് വസിക്കാൻ വേണ്ടിയിട്ട്, അതായത് അന്ന് അവർക്ക് പാർപ്പിട സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതായത് ഒത്തിരിയും കൊല്ലങ്ങൾക്ക് മുന്നേയുള്ള കാര്യമാണ് പറയുന്നത്. ആ സമയത്ത് വീടില്ല, പാർപ്പിടമില്ല. അപ്പോൾ ഇവരൊക്കെ താമസിക്കുന്നത് എങ്ങനെയുണ്ട്, അവർ ഈ ഗുഹകൾക്കുള്ളിലൊക്കെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പ്രാചീന മനുഷ്യർ ഉപയോഗിച്ചിരുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഗുഹകളിൽ ഒന്നാണ് എടക്കൽ ഗുഹ എന്ന് പറയുന്നത്. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയാണ് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്.
ഇപ്പോൾ ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്ടാ? വയനാടാണ്. വയനാട്ടിൽ എവിടെയാണ്? സുൽത്താൻ ബത്തേരി. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ചുമരുകളിൽ കൊത്തിയിരിക്കുന്ന ഗുഹാചിത്രങ്ങൾ ശിലായുഗത്തിലെ മനുഷ്യരെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും വിവരങ്ങൾ നൽകുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് പഠിക്കേണ്ട ഒരു പോയിന്റ് എന്താണ്ടാ? എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? വയനാടാണ്. ക്ലിയർ ആണേ? അടുത്തത് നോക്കിക്കേ. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് പുരാലിഖിതങ്ങൾ എന്താണെന്നാണ്. എടാ, നിങ്ങൾ ഈ കാണുന്നതെല്ലാം പുരാലിഖിതങ്ങളാണ്. ഈ കാണുന്ന ലോഹത്തകിടുകളായിക്കോട്ടെ, ഓലകളായിക്കോട്ടെ, ശിലകളായിക്കോട്ടെ, ഇതെല്ലാം എന്താണ്? പുരാലിഖിതങ്ങളാണ്. ഓക്കെ, എന്താണ് പുരാലിഖിതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രതലത്തിൽ വരച്ചതോ കൊത്തി വരച്ചതോ ആയ സന്ദേശമോ വാചകമോ ആണ് ലിഖിതങ്ങൾ. എന്താണ് ലിഖിതങ്ങൾ? ഒരു പ്രതലത്തിൽ വരച്ചതാവാം, ചിലപ്പോൾ കൊത്തി വരച്ചതോ ആവാം. അങ്ങനെയുള്ള സന്ദേശങ്ങളോ അല്ലെങ്കിൽ എന്താണ് വാചകമോ ആണ്, സന്ദേശമോ വാചകമോ ആണ് എന്ത് ലിഖിതങ്ങൾ എന്ന് പറയുന്നത്. വ്യത്യസ്ത പ്രതലങ്ങളിലാണ് ലിഖിതങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചിലപ്പോൾ എന്താണ് ലോഹത്തകിടുകളായിരിക്കും, ചിലപ്പോൾ ഓലകളിലായിരിക്കും രേഖപ്പെടുത്തുന്നത്, ചിലപ്പോൾ ശിലകളിലായിരിക്കും രേഖപ്പെടുത്തുന്നത്. എങ്ങനെ രേഖപ്പെടുത്തിയാലും ഇതിനെല്ലാം നമ്മൾ പറയുന്ന പേരെന്തെന്നാണ്? പുരാലിഖിതങ്ങൾ എന്നാണ്. അടുത്ത് എന്താണ് ലിഖിത പഠനം എന്നാണ് നോക്കിക്കോടാ. എപ്പിഗ്രാഫി അല്ലെങ്കിൽ ലിഖിത പഠനം ശിലകള്, ലോഹത്തകിടുകള്, ഓലകള് തുടങ്ങിയവയിലെ എഴുത്തുകളെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? ലിഖിത പഠനം. അപ്പോൾ എന്താണ് ലിഖിത പഠനം അല്ലെങ്കിൽ എപ്പിഗ്രാഫി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിലകള്, ലോഹത്തകിടുകള്, ഓലകള് തുടങ്ങിയവയിലെ എഴുത്തുകളെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? എപ്പിഗ്രാഫി അല്ലെങ്കിൽ ലിഖിത പഠനം. ക്ലിയർ അല്ലേടാ? അടുത്ത് നോക്കിക്കേ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം ലിഖിതങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടെടുത്തിട്ടുണ്ട്. തരിസാപ്പള്ളി ലിഖിതം കണ്ടെത്തിയത് എവിടെ നിന്നാണ്? കൊല്ലത്തുനിന്നാണ്. തരിസാപ്പള്ളി ലിഖിതം കണ്ടെത്തുന്നത് കൊല്ലത്തുനിന്നാണ്. മട്ടാഞ്ചേരിയിൽ നിന്നാണ് ജൂതശാസനം കണ്ടെത്തുന്നത്. ആലപ്പുഴ ജില്ലയിൽ നിന്നെന്താണ്? പാലിയം ശാസനവും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന ലിഖിതങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. എവിടെ നിന്നൊക്കെയാണ് ഈ ലിഖിതങ്ങൾ കണ്ടെത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തരിസാപ്പള്ളി ലിഖിതം കണ്ടെത്തിയത് എവിടെ നിന്നാണ്? കൊല്ലത്ത് നിന്നാണ്. മട്ടാഞ്ചേരിയിൽ നിന്നാണ് ജൂതശാസനം കണ്ടെത്തുന്നത്. ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് എന്ത് കണ്ടെത്തുന്നത്? പാലിയം ശാസനം കണ്ടെത്തുന്നത്. ഓക്കെ, കേരളത്തില് പുരാലിഖിതങ്ങളുടെ ശേഖരവും സംരക്ഷണവും കേരള ആർക്കൈവ്സ് വകുപ്പാണ് നിർവഹിക്കുന്നത്. അപ്പോൾ കേരളത്തില് പുരാലിഖിതങ്ങളുടെ ശേഖരണവും അതുപോലെ സംരക്ഷണവും നിർവഹിക്കുന്നത് ആരാണ്ട? കേരള ആർക്കൈവ്സ് വകുപ്പാണ് എന്ത് ചെയ്യുന്നത്? ഇവയെ സംരക്ഷിക്കുന്നത്. ക്ലിയർ അല്ലേടാ? അടുത്ത് നോക്കിക്കോ. അടുത്ത കോട്ടകളെ കുറിച്ചാണ്. രാജ്യസുരക്ഷ, സൈനിക ആവശ്യങ്ങൾ, വ്യാപാരം എന്നിവയ്ക്കായി നിർമ്മിച്ചിരിക്കുന്ന കോട്ടകളെ ചരിത്ര രചനയ്ക്കുള്ള പ്രധാനപ്പെട്ട സ്രോതസ്സുകളായിട്ട് നമുക്ക് കാണാം. അപ്പം നമുക്ക് ഈ കോട്ടകളും എന്താണ്? കോട്ടകളുടെ അവശേഷിപ്പുകൾ അല്ലെങ്കിൽ കോട്ടകളൊക്കെ എന്താണ്? നമുക്ക് ചരിത്ര രചനയ്ക്കുള്ള അവശേഷിപ്പുകളായിട്ട് നമുക്ക് കാണാൻ കഴിയും. കേരളത്തിലെ വ്യത്യസ്ത കാലഘട്ടങ്ങളെക്കുറിച്ചും അതുപോലെ ഭരണാധികാരികളെക്കുറിച്ചും കോട്ടകൾ നമുക്ക് വിവരം നൽകുന്നു. അപ്പോൾ ഈ കോട്ടകളിലൂടെ നമുക്ക് എന്തൊക്കെ മനസ്സിലാവും? കേരളത്തിൽ ഏത് കാലഘട്ടത്തിൽ നിർമ്മിച്ച കോട്ടയാണ് അല്ലെങ്കിൽ ഏത് കാലഘട്ടത്തിലാണ് അവ ഉയർന്നു വന്നത് എന്നുള്ള കാര്യം മനസ്സിലാവും. അതേപോലെ തന്നെ ആ സമയത്തെ രാജാധികാരത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഏത് രാജാവാണ് ഭരിച്ചിരുന്നത്, ഏത് രാജകാലഘട്ടമായിരുന്നു നിലവിൽ നിന്നിരുന്നത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഈ കോട്ടകളിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ബേക്കൽ കോട്ട, കണ്ണൂർ കോട്ട, പാലക്കാട് കോട്ട, അഞ്ചുതെങ്ങ് കോട്ട തുടങ്ങിയ പ്രധാനപ്പെട്ട കോട്ടകളാണ്. അപ്പോൾ ബേക്കൽ കോട്ടയുണ്ട്, കണ്ണൂർ കോട്ടയുണ്ട്, പാലക്കാട് കോട്ടയുണ്ട്, അഞ്ചുതെങ്ങ് കോട്ടയുണ്ട്. ഇതെല്ലാം കേരളത്തിലെ പ്രധാനപ്പെട്ട കോട്ടകളാണെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി ബേക്കൽ കോട്ടയെക്കുറിച്ച് എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ കോട്ട കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര വില്ലേജിൽ സ്ഥിതി ചെയ്യുന്നു. നമുക്ക് വേണ്ട പോയിന്റ് അവിടെയാണ് കിടക്കുന്നത്. ബേക്കൽ കോട്ട നിർമ്മിച്ച നൂറ്റാണ്ട് ഏത് നൂറ്റാണ്ടാണ്? 17-ാം നൂറ്റാണ്ടാണ്. അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏതാണ്? ബേക്കൽ കോട്ടയാണ്. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര വില്ലേജിൽ സ്ഥിതി ചെയ്യുന്നു. കാസർഗോഡ് ജില്ലയിലാണ് ബേക്കൽ കോട്ട എന്ന് എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷെ പള്ളിക്കര വില്ലേജിലായിരുന്നോ എന്ന് നമുക്ക് കുറച്ച് പേർക്കെങ്കിലും അറിവുണ്ടായിരിക്കില്ല. അത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഈ എക്സ്ട്രാ റീഡിങ്ങിന് കൊടുത്തിട്ടുള്ള ഈ ഒരു ബോക്സിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ബേക്കൽ കോട്ട എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര വില്ലേജിലാണ് ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഈ കോട്ടയ്ക്കുള്ളിൽ എന്തൊക്കെയുണ്ടടാ? ആയുധപുരകൾ,
കടവിലേക്ക് തുറന്നിരിക്കുന്ന കിളിവാതിലുകൾ, കടൽ വഴി വരുന്ന ശത്രുക്കളെ നേരിടാനുള്ള ഇടങ്ങൾ, രഹസ്യ ഭൂഗർഭ അറകൾ, ഒളിത്താവളങ്ങൾ, ജലസംഭരണികൾ എന്നിവയുണ്ട്. അപ്പോൾ ഈ കോട്ടയ്ക്കുള്ളിൽ എന്താണ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയുണ്ട്? ആയുധപ്പുരയുണ്ട്, അതുപോലെ കടലിലേക്ക് തുറന്നിരിക്കുന്ന കിളിവാതിലുണ്ട്, കടൽ വഴി വരുന്ന ശത്രുക്കളെ നേരിടാനുള്ള മാർഗങ്ങളുണ്ട്, ശത്രുക്കളെ നേരിടാനുള്ള ഇടങ്ങളുണ്ട്, അതുപോലെ ഭൂഗർഭ അറകളുണ്ട്, ഒളിത്താവളങ്ങളും ജലസംഭരണികളും ഒക്കെ എവിടെ ഉണ്ടടാ? ഈ പറയുന്ന ബേക്കൽ കോട്ടയിലുണ്ട്. നമുക്ക് പഠിക്കാനുള്ള കാര്യം എന്താ? ബേക്കൽ കോട്ട നിർമ്മിച്ചിരിക്കുന്ന നൂറ്റാണ്ട് 17-ാം നൂറ്റാണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് ബേക്കൽ കോട്ട. കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര വില്ലേജിലാണ് എന്ത് കാണുന്നത്? നമ്മുടെ ബേക്കൽ കോട്ട കാണപ്പെടുന്നത്. ക്ലിയർ അല്ലേടാ? അടുത്ത് ശ്രദ്ധിച്ചേ, അടുത്ത നാണയങ്ങളെ കുറിച്ചാണ്. അപ്പോൾ ചരിത്ര സ്രോതസ്സുകളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഈ പറയുന്ന കോട്ടകൾ, നേരത്തെ നമ്മൾ പഠിച്ച നന്നങ്ങാടികൾ, അതുപോലെ തന്നെ ശിലാലിഖിതങ്ങൾ, ഇതെല്ലാം ചരിത്ര സ്രോതസ്സുകളാണ്. അതുപോലെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചരിത്ര സ്രോതസ്സാണ് നാണയങ്ങൾ എന്ന് പറയുന്നത്, അല്ലേടാ? ഈ പറയുന്ന പണ്ടത്തെ കാലത്തെ നാണയങ്ങളിൽ നിന്ന് നമുക്ക് അന്നത്തെ കാലഘട്ടം, അല്ലെങ്കിൽ അന്ന് ഭരിച്ചിരുന്ന രാജവംശം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഈ നാണയങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാവാറുണ്ട്. ഇതെന്ന് പറയുന്നത് എന്താ? ചരിത്ര സ്രോതസ്സാണ്, അല്ലേ? പ്രധാനപ്പെട്ട ഒരു ചരിത്ര സ്രോതസ്സാണ് എന്തെന്ന് പറയുന്നതും നമ്മുടെ ഈ നാണയങ്ങൾ എന്ന് പറയുന്നതും. അപ്പോൾ നാണയങ്ങളെക്കുറിച്ച് നമുക്കിവിടെ എന്താണ് പഠിക്കാനുള്ളതെന്ന് നോക്കിക്കേ. നാണയങ്ങൾ പ്രധാന ചരിത്ര സ്രോതസ്സുകളാണ്. നിർമ്മിക്കപ്പെട്ട കാലത്തിലെ സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക ചരിത്രത്തെക്കുറിച്ച് അവ നമുക്ക് അറിവ് നൽകുന്നു. ക്ലിയർ അല്ലേടാ? നാണയത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് നാണയശാസ്ത്രം അല്ലെങ്കിൽ ന്യൂമിസ്മാറ്റിക്സ്. അപ്പോൾ എന്താണ് ന്യൂമിസ്മാറ്റിക്സ്? നാണയങ്ങളെക്കുറിച്ചുള്ള പഠനത്തെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ന്യൂമിസ്മാറ്റിക്സ് അല്ലെങ്കിൽ നാണയശാസ്ത്രം എന്ന് പറയുന്നത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച നാണയങ്ങളുടെ ചിത്രങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നോക്കിക്കേ. ഇതെന്ന് പറയുന്നത് കേരളത്തിലുണ്ടായിരുന്ന ഒരു നാണയമാണ്. കാശ്, അച്ച്, പണം, അനന്തരായൻ പണം, സുൽത്താൻ കാശ് തുടങ്ങിയ പേരുകളിലേക്കാണ് പണ്ടത്തെ നാണയങ്ങൾ അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, അതിലൊന്നാണ് ഈ പറയുന്ന വീരരായൻ പണം. ഓക്കെ, വീരരായൻ പണം എന്ന് പറയുന്നത് അന്നത്തെ കാലത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു കോയിനാണ്. അപ്പോൾ ഇത് എക്സ്ട്രാ റീഡിങ്ങിന് കൊടുത്തിട്ടുള്ളത് കൊണ്ടും നമുക്ക് ആവശ്യമുള്ള പോയിന്റ്സ് ഇതിൻ്റെ അകത്തുള്ളത് കൊണ്ടും ഈ ഒരു ബോക്സ് കൂടി നമ്മൾ പഠിക്കണം. എടാ, അപ്പോൾ എന്താണ് വീരരായൻ പണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിയുടെ കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന നാണയത്തെ നമ്മൾ പറയുന്ന പേരാണ് വീരരായൻ പണം എന്ന് പറയുന്നത്. ഓക്കെ, പഴയ വീരരായൻ, പുതിയ വീരരായൻ എന്നീ രണ്ട് വിധത്തിൽ നാണയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിയുടെ കാലത്തുണ്ടായിരുന്ന ഒരു നാണയമാണ് ഈ വീരരായൻ പണം എന്ന് പറയുന്നത്. രണ്ട് തരത്തിലാണ് ഇതുണ്ടായിരുന്നത്. എന്തൊക്കെയാണ്ടാ? ഒന്നെന്ന് പറയുന്നത് പഴയ വീരരായൻ, മറ്റൊന്നെന്താണ്? പുതിയ വീരരായൻ പണം. 1667 മുതൽക്കാണ് ഈ നാണയങ്ങൾ അടിച്ചിറക്കാൻ തുടങ്ങിയത്. അപ്പോൾ വീരരായൻ പണം എന്ന് മുതലാണ് ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1667 കാലഘട്ടത്തിലാണ്. അടുത്ത് പറയുന്നു, സ്വർണത്തിൽ നിർമ്മിച്ച ഈ നാണയത്തെ വിദേശീയർ പൊൻപണം എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ ഇത് അറിയപ്പെട്ടിരുന്ന പേരാണ് വീരരായൻ പണം. എന്നാൽ ഇത് സ്വർണത്തിൽ ഉണ്ടാക്കിയത് കൊണ്ട് വിദേശികൾ ഇതിന് പറയുന്ന പേരെന്തെന്നായിരുന്നടാ? പൊൻപണം എന്നായിരുന്നേ. അടുത്ത് നോക്കിക്കേ, വൈഷ്ണവർ ഉപയോഗിച്ചിരുന്ന നാമക്കുറി, സൂര്യന്റെ അടയാളം, സിംഹത്തിന്റെ അടയാളം തുടങ്ങിയവ ഈ പറയുന്ന വീരരായൻ പണത്തിൽ കാണാറുണ്ട്. എടാ, എന്താണ് പറയുന്നത്? വൈഷ്ണവർ ഉപയോഗിച്ചിരുന്ന എന്തൊക്കെ? നാമക്കുറി, അതുപോലെ സൂര്യന്റെ അടയാളം, സിംഹത്തിന്റെ അടയാളം തുടങ്ങിയവയെല്ലാം വീരരായൻ പണത്തിൽ കാണാറുണ്ട് എന്ന് പറയുന്നുണ്ട്. നമുക്ക് വേണ്ട പോയിന്റ്സ് എന്തൊക്കെയാ? വീരരായൻ പണം ആരുടെ കാലഘട്ടത്തിലായിരുന്നു? കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നാണയമാണ് വീരരായൻ പണം. അതിനെ വൈഷ്ണവർ ഉപയോഗിച്ചിരുന്ന നാമക്കുറി, സൂര്യന്റെ അടയാളം, സിംഹത്തിന്റെ അടയാളം തുടങ്ങിയവ ഇതിലുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ തദ്ദേശീയരാണ് ഇതിനെ വീരരായൻ പണം എന്ന് വിളിച്ചിരുന്നത്. വിദേശീയർ ഇതിനെ സ്വർണത്തിൽ ഉണ്ടാക്കിയത് കൊണ്ട് എന്തെന്ന് വിളിച്ചടാ? ഇതിന് പൊൻപണം എന്ന് വിളിച്ചു എന്നും നമ്മൾ പറഞ്ഞു. അടുത്ത് ചരിത്ര സ്മാരകങ്ങളെ കുറിച്ചാണ് ഇതിൽ പറയുന്ന. ശ്രദ്ധിച്ചേ, സാമൂതിരിയുടെ കാലത്ത് പ്രസിദ്ധമായ രേവതി പട്ടത്താനം നടന്നിരുന്നത് തളിക്ഷേത്രത്തിൽ വെച്ചായിരുന്നു. അപ്പൊ രേവതി പട്ടത്താനം എവിടെ വെച്ചാണ് നടന്നത്? തളിക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നേ. നോക്കിക്കോ, ചരിത്ര സ്മാരകങ്ങളെ കുറിച്ചിട്ടാ പറയുന്നേ. അടുത്ത് പറയുന്നു, പോർച്ചുഗീസുകാർക്കെതിരെയുള്ള സാമൂതിരിയുടെ യുദ്ധകേന്ദ്രമായിരുന്നു ഏത്? മിഷ്കാൽ പള്ളി. ഓക്കെ, മിഷ്കാൽ പള്ളി എന്ന് പറയുന്നത് പോർച്ചുഗീസുകാർക്കെതിരെയുള്ള സാമൂതിരിയുടെ യുദ്ധകേന്ദ്രമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ കോഴിക്കോട്ടെ പോർച്ചുഗീസ് സാന്നിധ്യത്തിന്റെ സ്മാരകമാണ് 1513 നിർമ്മിച്ച ദേവമാതാ കത്തീഡ്രൽ.
നമുക്ക് പഠിക്കാനുള്ള പോയിന്റ് അവിടെ കിടപ്പുണ്ട്. എന്താണ്? കോഴിക്കോട്ടെ പോർച്ചുഗീസ് സാന്നിധ്യത്തിന്റെ സ്മാരകമാണ് ദേവമാതാ കത്തീഡ്രൽ. എന്നാണ് ഇത് പണി കഴിപ്പിക്കുന്നത്? 1513 കടൽ പാലങ്ങൾ, തൂക്കുപാലങ്ങൾ, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ നൂറ്റാണ്ടുകളായിട്ട് വിദേശ രാജ്യങ്ങളുമായി കോഴിക്കോടിനുണ്ടായിരുന്ന വ്യാപാര ബന്ധത്തിന്റെ തെളിവാണ്. ഇനി നമുക്കിവിടെ ഒരു ടാസ്ക് തന്നിട്ടുണ്ട്, ജില്ലകൾ കണ്ടെത്തി എഴുതാനാണ്. ഓക്കെ, ഇത് കുട്ടികൾക്കുള്ളതാണ്, പക്ഷെ നമുക്കിതൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം. എടാ, കരുമാടിക്കുട്ട സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്പലപ്പുഴ, ആലപ്പുഴ. ഓക്കെ, അമ്പലപ്പുഴ, ആലപ്പുഴയിലാണ് കരുമാടിക്കുട്ടൻ സ്മാരകം ഉള്ളത്. ഓക്കെ, അടുത്ത് നമുക്ക് ചോദിച്ചേക്കുന്നത് ചന്ദ്രഗിരി കോട്ടയാണ്. ചന്ദ്രഗിരി കോട്ട എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ്. ജില്ലകൾ കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. മേ ബി ചോദിച്ചേക്കാം. ഓക്കെ, അടുത്ത് പുനലൂർ തൂക്കുപാലം എവിടെയാണ്? കൊല്ലത്താണ്. പുനലൂർ തൂക്കുപാലം എവിടെയാണ്? കൊല്ലത്താണ്. അടുത്ത് സിനഗോഗ് എവിടെയാണ്? അത് എറണാകുളത്താണ്. സിനഗോഗ് എവിടെയാണ്? എറണാകുളത്താണ്. എടാ, അതുപോലെ വാഗൺ ട്രാജഡി സ്മാരകം എവിടെയാണ്? തിരൂർ, മലപ്പുറം. ഓക്കെ അല്ലേടാ? അപ്പോൾ കരുമാടിക്കുട്ടൻ സ്മാരകം എവിടെയാണ്? അമ്പലപ്പുഴ, ആലപ്പുഴ. സിനഗോഗ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ്. പുനലൂർ തൂക്കുപാലം കൊല്ലത്താണ്. ചന്ദ്രഗിരി കോട്ട കാസർഗോഡും. അതുപോലെ തന്നെ വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരിലും ആണ്. ക്ലിയർ അല്ലേടാ? അടുത്ത് പറയുന്ന സംഘസാഹിത്യ കൃതികളെ കുറിച്ചാണ്. കേരളത്തിന്റെ പ്രാചീന ചരിത്രത്തെക്കുറിച്ച് വെളിച്ചം വീശുന്ന സാഹിത്യ സ്രോതസ്സുകളാണ് തമിഴിൽ രചിക്കപ്പെട്ട സംഘസാഹിത്യ കൃതികൾ. ഇത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. 10 പുറനാനൂറ്, അകനാനൂറ്, കുറുന്തോക്കൈ, നറ്റിണൈ തുടങ്ങിയവ പ്രധാന സംഘസാഹിത്യ കൃതികളാണ്. എടാ, ഇത് ഇത്രയും എന്താണ്? പ്രധാനപ്പെട്ട സംഘസാഹിത്യ കൃതികളാണെന്നും പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത് ശ്രദ്ധിച്ചേ. 12-15 നൂറ്റാണ്ടുകളിൽ രചിക്കപ്പെട്ട മണിപ്രവാള കൃതികൾ ആ കാലഘട്ടത്തിലെ നാടുവാഴി വ്യവസ്ഥയെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും വിവരങ്ങൾ നൽകുന്നു. അപ്പോൾ ഈ പറയുന്ന സംഘകാല കൃതികളൊക്കെ എങ്ങനെയാണ് ചരിത്ര രചനയിലേക്ക് വന്നത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. കുറേയൊക്കെ നമ്മൾ മുന്നേ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ്, നമുക്ക് ഇങ്ങനെ റെപ്പറ്റീഷൻ വേണ്ട. അതായത് നമുക്ക് കാര്യങ്ങൾ അറിയാമല്ലോ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലിപ്പോൾ പറയുന്ന ശ്രദ്ധിച്ച് 10 പുറനാനൂറ്, അകനാനൂറ്, കുറുന്താക്കൈ, നറ്റിണൈ, ഇതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പോൾ ഇതെല്ലാം സംഘകാല സാഹിത്യ കൃതികളാണെന്ന് നിങ്ങൾക്കിത് അറിയാം. ഓക്കെ, അതേപോലെ തന്നെ 12-15 നൂറ്റാണ്ടുകളിൽ രചിക്കപ്പെട്ട മണിപ്രവാള കൃതികൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന നാടുവാഴി വ്യവസ്ഥയെക്കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? വിവരം നൽകുന്നുണ്ട്. മലബാറിൽ നിന്നുള്ള വടക്കൻ പാട്ടുകൾ മധ്യകാല ചരിത്രത്തിലെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്നു. അപ്പം മലബാറിൽ നിന്നാണ് എന്ത് വരുന്നത്? വടക്കൻ പാട്ടുകൾ വരുന്നത് എന്നുള്ള കാര്യം ഇവിടെ ഓർത്ത് വെച്ചേക്കാം. അതുപോലെ 19-ാം നൂറ്റാണ്ടിൽ ചന്ദമേനോൻ രചിച്ച ഇന്ദുലേഖ മലബാറിലെ സാമൂഹ്യ ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഇവിടെ നമുക്ക് വേണ്ട പോയിന്റ് എന്താണ്? ഇന്ദുലേഖ എഴുതിയത് ആരാണ്ട? ഓ ചന്ദമേനോൻ. ആരാണ്? ഓ ചന്ദമേനോൻ ആണ് എന്ത് ചെയ്യുന്നത്? ഇന്ദുലേഖ എഴുതിയത് എന്നുള്ള കാര്യവും ഓർത്ത് വെച്ചേക്കുക. ഓക്കെ അല്ലേടാ? ഇനി കേരളത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ള കുറച്ച് വിദേശ സഞ്ചാരികളുണ്ട്. അതായത് അവര് എന്ത് ചെയ്തിട്ടുണ്ട്? കേരളത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അവരും, അതായത് ആ സഞ്ചാരികളും അവരുടെ രാജ്യം ഏതാണ് എന്നുള്ളത് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ടടാ. ഇത് ചിലപ്പം ചോദിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് പഠിച്ചു പോവാം. ആദ്യത്തെ ആളാണ് മെഗസ്തനീസ്. രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രീസ്. അപ്പൊ മെഗസ്തനീസിന്റെ രാജ്യം ഏതാണ്ട? ഗ്രീസാണ്. സുലൈമാൻ, അബ്ദുൾ റസാഖ്, ഇവർ രണ്ടുപേരും പെർഷ്യൻ സഞ്ചാരികളാണ്. ഓക്കെ, അപ്പൊ മെഗസ്തനീസ് എവിടുത്തുകാരനാ? ഗ്രീസുകാരനാ അല്ലെങ്കിൽ ഗ്രീക്കുകാരനാ? സുലൈമാനും അബ്ദുൾ റസാഖും പെർഷ്യയാണ്. സുലൈമാനും അബ്ദുൾ റസാഖും എവിടെയാണ്? പെർഷ്യയിലാണ്. അടുത്ത മാർക്കോ പോളോ എവിടെയാണ്? വെനീസിലാണ്. മാർക്കോ പോളോ എവിടെയാണ്? വെനീസിലാണ്. ഇബ്നു ബത്തൂത്ത എവിടെയാണ്? മൊറോക്കൻ സഞ്ചാരിയാണ് ആര്? ഇബ്നു ബത്തൂത്ത. നിക്കോളോ കോണ്ടി എവിടെയാണ്? വെനീസിലാണ്. അപ്പോൾ വെനീസിലെ രണ്ടുപേരെ നമ്മൾ പഠിച്ചു. മാർക്കോ പോളോ വെനീസുകാരനാണ്. അതുപോലെ ഇബ്നു ബത്തൂത്ത മൊറോക്കോക്കാരനാണ്. നിക്കോളോ കോണ്ടി എവിടുത്തുകാരനാണ്? വെനീസിലെയാണ്. അടുത്ത് ചൈനയിൽ നിന്നുള്ളതാണ് മഹ്വാൻ. ആരാണ്? ചൈനയിൽ നിന്നുള്ള ആളാണ് ആര്? മഹ്വാൻ. അതുപോലെ ബാർബോസ എവിടുത്തുകാരനാ? പോർച്ചുഗീസുകാരനാ. ബാർബോസ എവിടുത്തുകാരനാ? പോർച്ചുഗീസുകാരനാ. പഠിച്ചു വെച്ചോടാ. മെഗസ്തനീസ് എവിടെയാ? ഗ്രീസാണ്. സുലൈമാനും അബ്ദുൾ റസാഖും പെർഷ്യനാണ്. മാർക്കോ പോളോയും നിക്കോളോ കോണ്ടിയും വെനീസുകാരനാണ്. ഇബ്നു ബത്തൂത്ത മൊറോക്കോയാണ്. മഹ്വാൻ ചൈന. ബാർബോസ എവിടെയാണ്ടാ? പോർച്ചുഗീസുകാരനാണ്. ഈ ബോക്സ് ക്ലിയർ അല്ലേടാ? അടുത്ത് ശ്രദ്ധിച്ചേ.
ആത്മകഥകളും ജീവചരിത്രങ്ങളും. ആത്മകഥകളിൽ നിന്നും അതുപോലെ തന്നെ ജീവചരിത്രങ്ങളിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ? അതെന്ന് പറയുന്നത് സാഹിത്യ സ്രോതസ്സുകളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നേക്കുന്നത് തകഴി ശിവശങ്കര പിള്ളയുടെ ആത്മകഥയിലെ കുറച്ച് ഭാഗങ്ങളാണ്. ശ്രദ്ധിച്ചേ, ഞാൻ ആദ്യമായി ഒരു ഉടുപ്പിട്ടത് അമ്പലപ്പുഴ സ്കൂളിൽ പോയപ്പോഴാണ്. കേമ്പിരി തുണി കൊണ്ട് 2 ഉടുപ്പ് തയ്പ്പിച്ചു. വസ്ത്രങ്ങൾ തേക്കുന്ന ഏർപ്പാട് ഞങ്ങളുടെ നാട്ടിലെന്നില്ല. നല്ല കഞ്ഞിപ്പശയിൽ നീലം ചേർത്ത് മുണ്ട് പിഴിഞ്ഞുണക്കും. പിന്നീട് ഉരുളൻ തടി കൊണ്ട് തുണി മടക്കിത്തള്ളി ഒതുക്കിയെടുക്കും. ആദ്യമായി തേച്ച ഷർട്ട് ഇട്ടത് തിരുവനന്തപുരം ലോ കോളേജിൽ ചേർന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു. സോപ്പ് തകഴിയിൽ അക്കാലത്ത് അപൂർവ വസ്തുവാണ്. തെങ്ങിൻമട കത്തിച്ച ചാരം തെളിയൂറ്റിയെടുത്ത് അതിലാണ് മുണ്ട് വെളുപ്പിച്ചിരുന്നത്. അവലംബം ആത്മകഥ തകഴി. തകഴിയുടെ ആത്മകഥയിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങളിപ്പോൾ കേട്ടത്. അപ്പോൾ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന അവിടെ ഉണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ആത്മകഥയിലെ കുറച്ച് ഭാഗം വായിച്ചപ്പോൾ തന്നെ മനസ്സിലായില്ലേടാ. അന്ന് തകഴിയിൽ എന്തില്ല, സോപ്പെന്ന് പറയുന്ന കാര്യമൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമുക്കിത് വായിക്കുമ്പോൾ അന്ന് നിലനിന്നിരുന്ന കുറേ കാര്യങ്ങൾ മനസ്സിലാവും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു ഭാഗം കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ പഠിക്കാനുള്ളത് എന്താ? ആത്മകഥ ആരുടെ ആത്മകഥയാണ്? തകഴി ശിവശങ്കര പിള്ളയുടേതാണ്. അടുത്ത് നോക്കിക്കേടാ. അടുത്ത് പറയുന്നത് നമ്മുടെ തമിഴ്നാട് സ്റ്റേറ്റ് ആർക്കൈവ്സിന്റെ ഒരു കാര്യമാണ്. അതായത് തമിഴ്നാട് പുരാരേഖാ സമുച്ചയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള കേരളത്തിലെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കുറിച്ചിട്ടുള്ള, അതായത് കേരളത്തെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ബോക്സിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കിത് ഒന്ന് വായിച്ചു നോക്കാം. ഉപ്പ് നിയമം ലംഘിച്ചു. 1930 മെയ് 17 വൻ ജനാൽ വലിയുടെ നേതൃത്വത്തിൽ 27 സ്ഥലങ്ങളിലായി കോഴിക്കോട് കടപ്പുറത്ത് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഉപ്പ് നിയമം ലംഘിച്ചു. കോഴിക്കോട്ടെ ഗുജറാത്തി നിവാസികൾ താൽപര്യത്തോടെ ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിരുന്നു. തിരുവിതാംകൂറിൽ നിന്നും വന്ന സത്യാഗ്രഹ വോളണ്ടിയർമാരും കൂടെ ചേർന്നു. കടൽ വെള്ളം വറ്റിച്ച് ഉപ്പുമായി നിയമലംഘകർ ബ്രിട്ടീഷ് വിരുദ്ധ മുദ്രാവാക്യം മുഴക്കി ജാഥ നടത്തി. ഉപ്പുണ്ടാക്കാനായി ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും അവർ കയ്യിൽ കരുതിയിരുന്നു. കടപ്പുറത്ത് നടന്ന ഉപ്പ് സത്യാഗ്രഹ സമയത്തെ പോലീസ് ക്രൂരമായി നേരിട്ടു. സ്വാതന്ത്ര്യ സമര പതാക പോലീസിൽ നിന്നും സംരക്ഷിക്കാൻ പി കൃഷ്ണപിള്ളയും അബ്ദുൾ റഹ്മാൻ സാഹിബും ഐതിഹാസികമായ പ്രതിരോധമാണ് നടത്തിയത്. അപ്പൊ നമുക്കിതിൽ പ്രധാനപ്പെട്ട പോയിന്റ് എന്താ? കേരളത്തിൽ ഉപ്പ് നിയമം ലംഘിച്ചത് എന്നാണ്ടാ? 1930 മെയ് 17 കോഴിക്കോട് കാപ്പാട് കടപ്പുറത്താണ് എന്ത് നടക്കുന്നത്? കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വായിച്ച ഈ ഒരു കാര്യം എന്ന് പറയുന്നത് അത് തമിഴ്നാട് പുരാരേഖാ സമുച്ചയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതും എന്താണ്? നമ്മുടെ ചരിത്രത്തിന്റെ ഒരു രേഖയാണ് അല്ലേ. ഇതെന്ന് പറയുന്നത് എങ്ങനത്തെ രേഖയാണ്ടാ? ഇതെന്ന് പറയുന്നത് ഔദ്യോഗിക രേഖയാണ്. നമ്മളിപ്പോൾ വായിച്ച കാര്യം എന്താണ്? തമിഴ്നാട് ആർക്കൈവ്സിലുള്ള ഔദ്യോഗിക രേഖയിൽ കൊടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഓക്കെ അല്ലേടാ? അപ്പം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത് ചരിത്ര സ്രോതസ്സുകളെ കുറിച്ചാണ്. അപ്പം നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ ഇതിൽ പഠിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് PSC ഓറിയൻറ്റഡ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഈ ഒരു സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് MCQs കൂടി നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ പ്രധാനപ്പെട്ട ഗുഹകളിൽ ഒന്നായ എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം, കൊല്ലം, വയനാട്, ഇടുക്കി. എവിടെയാണ്ടാ? വയനാട്ടിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്ടാ? വയനാട് ജില്ലയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ കോട്ട നിർമ്മിച്ച നൂറ്റാണ്ട് ഏത്? 15, 16, 17, 18. എത്രയാണ്ട? 17-ാം നൂറ്റാണ്ടിലാണ് എന്ത് വരുന്നത്? ബേക്കൽ കോട്ട നിർമ്മിക്കുന്നത്. കേരളത്തിന്റെ പ്രാചീന ചരിത്രത്തെക്കുറിച്ച് വെളിച്ചം വീശുന്ന തമിഴിൽ രചിക്കപ്പെട്ട സാഹിത്യ കൃതികൾ അറിയപ്പെടുന്ന പേര്? മണിപ്രവാള കൃതിയാണോ, വടക്കൻ പാട്ടുകളാണോ, സംഗീത കൃതികളാണോ, സംഘം സാഹിത്യ കൃതികളാണോ? ഏതാണ്ടാ? സംഘം സാഹിത്യ കൃതികളാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച്. നാണയങ്ങളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര്? എപ്പിഗ്രാഫി, ന്യൂമിസ്മാറ്റിക്സ്, ആർക്കിയോളജി, ജെനിയോളജി. ഏതാണ്ടാ? നമ്മൾ പഠിച്ചു. നാണയങ്ങളെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? ന്യൂമിസ്മാറ്റിക്സ് അല്ലെങ്കിൽ നാണയശാസ്ത്രം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേടാ. പിൽക്കാലത്ത് പൊൻപണം എന്ന് വിളിക്കപ്പെട്ടിരുന്ന കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിമാരുടെ കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന നാണയം? കാശ്, അച്ച്, പണം, വീരരായൻ പണം. ഏതാണ്ടാ? വീരരായൻ പണം എന്നാണ് തദ്ദേശീയർ വിളിച്ചിരുന്നത്. വിദേശീയർ അതിനെ സ്വർണം കൊണ്ട് നിർമ്മിച്ചത് കൊണ്ട് എന്തെന്ന് പറഞ്ഞു? പൊൻപണം എന്ന് പറഞ്ഞു എന്ന് നമ്മൾ പഠിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ.
ശിലകളിലും ലോഹത്തകിടുകളിലും ഓലകളിലും എഴുതപ്പെട്ടതിനെ കുറിച്ചുള്ള പഠനം. ന്യൂമിസ്മാറ്റിക്സ് ലിഖിത പഠനം, പുരാവസ്തു ശാസ്ത്രം ശിലാശാസ്ത്രം. എന്താണ്ടാ ലിഖിത പഠനം അല്ലെങ്കിൽ എപ്പിഗ്രാഫിയാണ് എന്ത് ഈ പറയുന്ന ശിലകളിലും ലോഹത്തകിടുകളിലും ഓലകളിലും എഴുതപ്പെട്ടിട്ടുള്ളതിനെ കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേടാം. മധ്യകാലഘട്ടത്തിലെ സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന സാഹിത്യകൃതി. മണിപ്രവാള കൃതിയാണോ, പതിറ്റുപത്താണോ, വടക്കൻ പാട്ടുകളാണോ, പുറനാനൂറാണോ? ഏതാണ്ടാ വടക്കൻ പാട്ടുകളാണ്. മധ്യകാലഘട്ടത്തിലെ സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരു സാഹിത്യകൃതിയാണ് ഇതെന്ന് പറയുന്നത് വടക്കൻ പാട്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ എടാ, അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എടാ, അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് 7ാം ക്ലാസ്സിൽ ചരിത്രത്തിന്റെ ആധാരശിലകൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ PSC ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്